ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എക്സാം ക്രാക്കറിലേക്ക് സ്വാഗതം. സുധീഷ് ഗുഡ് ഈവനിങ്, നിതിൻ ഗുഡ് ഈവനിങ്. ടോട്ടലി ഇപ്പം 10 യൂസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. ടെക്നിക്കലി ഒരു ഇഷ്യൂ ഇല്ല. അഭിമന്യു, നിതിൻ, ഓക്കെ, ഞാനിപ്പോൾ വരും. ഓക്കെ, 1 സെക്കൻഡ്, നമ്മൾ ലോഡ് ആവുന്നതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ വിസിബിൾ അല്ലേ നിങ്ങൾക്ക് എന്നെ? സൗണ്ട് ഒന്നും പ്രശ്നമില്ലല്ലോ? ഹായ്, യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഇന്ന് ഞാൻ PDF ആണ് ഉള്ളത്. അപ്പം നമുക്ക് 2 ക്ലാസ്സൂടെ കമ്പയർ ചെയ്തിട്ട് ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാം. PDF ആണെങ്കിൽ PDF, ദെൻ എഴുതി പഠിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എഴുതി പഠിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ എൻ്റെ വ്യൂ നിങ്ങൾക്ക് സ്ക്രീനിൽ വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. വേണ്ട, നമുക്ക് സ്ലൈഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഫൈൻ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബിജോ, എല്ലാ 16 പേര് ഇപ്പോൾ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചേക്കുന്നതെന്ന് പറയുന്നത് പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻസ് ആണ്. അതായത് INCയുടെ ഫോർമേഷന് മുമ്പ് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബംഗാൾ പ്രസിഡൻസിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ബംഗാൾ പ്രസിഡൻസിയിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തതെന്ന് പറയുന്നത് ലാൻഡ് ഹോൾഡർ സൊസൈറ്റിയാണ്. ലാൻഡ് ഹോൾഡർ സൊസൈറ്റി നമുക്കറിയാം ഫസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. എന്നാണ് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താണ്, 1838 എന്ത് ഫോം ചെയ്യുന്നത്, ലാൻഡ് ഹോൾഡർ സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, ദ്വാരക്നാഥ് ടാഗോർ ആണ് ഇതിൻ്റെ ഫൗണ്ടർ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 പേഴ്സണാലിറ്റീസ് കൂടെ നമ്മൾ പഠിക്കണം. ഒന്ന് പ്രസന്നകുമാർ താക്കൂറും ദെൻ വില്യം കാർബി. നമുക്കറിയാം പ്രസന്നകുമാർ താക്കൂർ ആരാണ്, ഫസ്റ്റ് സെക്രട്ടറി ആണ്. ഇനി ഫസ്റ്റ് ഇന്ത്യൻ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, പ്രസന്നകുമാർ താക്കൂർ ആണ്. ദെൻ വില്യം കാർബി ആരാണ്, ഫസ്റ്റ് ഫോറിൻ സെക്രട്ടറി. അപ്പോൾ ലാൻഡ് ഹോൾഡർ സൊസൈറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്, 1838 ഫോം ആയേക്കുന്നത്. ദ്വാരക്നാഥ് ടാഗോർ ആണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ആരാണ്, പ്രസന്നകുമാർ താക്കൂർ ആണ്. ഫസ്റ്റ് ഫോറിൻ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ വില്യം കാർബെയാണ് ഫസ്റ്റ് ഫോറിൻ സെക്രട്ടറി. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, ദ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയാണ് നമ്മൾ അടുത്തയായിട്ട് നമ്മൾ പഠിച്ചത്. എന്നാണ് ഫോം ചെയ്തത്, 1843 ഫോം ആയേക്കുന്നത്. ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ എന്താണ്, ജോർജ് തോംസൺ ആണ് ഇതിൻ്റെ ഫൗണ്ടർ നമ്മൾ പറഞ്ഞു. ദെൻ ബംഗാളിലെ കർഷകർക്കിടയിൽ റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്തേക്കുന്നത്, സ്റ്റാർട്ട് ആയേക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 1843 ജോർജ് തോംസൺ ആണ്. ബംഗാളിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ആയിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ഫൗണ്ട് ചെയ്തത്, 1851 ഫൗണ്ട് ചെയ്തേക്കുന്നത്. ലാൻഡ് ഹോൾഡർ സൊസൈറ്റിയും ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും കൂടെ മെർജ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ വരുന്നത്. അത് എന്നാണ്, 1851 വരുന്നത്. ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ആരാണ്, ദേവേന്ദ്രനാഥ് ടാഗോറും രാധാകാന്ത് ദേവുമാണ്. ഓക്കെ, ആ സമയത്ത് സെക്രട്ടറി ആയിരുന്നു ദേവേന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത്. രാധാകാന്ത് ദേവ് എന്തായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേഴ്സണാലിറ്റിയും കൂടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓർമ്മയിൽ വെച്ചേക്കണം. ആരാണ്, ഹരീഷ് ചന്ദ്ര മുഖർജിയെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഓർമ്മയിൽ വെച്ചേക്കണം. ഹരിശ്ചന്ദ്ര മൂർത്തിയുടെ പ്രത്യേകത എന്താണ്, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ എന്താണ് ഒരു ന്യൂസ് പേപ്പർ ആണെന്തെന്ന് പറയുന്നത്, ഹിന്ദു പാട്രിയോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിന്ദു പാട്രിയോട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ എന്താണ് ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ എഡിറ്റർ ആരെന്ന് പറയുന്നത്, ഹരീഷ് ചന്ദ്ര മുഖർജി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ലാൻഡ് ഹോൾഡർ സൊസൈറ്റി കൂട്ട് എന്ത് തന്നെയാണ്, അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സെമീന്ദാർസിൻ്റെ കൺസർവേഷൻ ആണെന്തെന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ അസോസിയേഷൻ്റെ എന്തെന്ന് പറയുന്നത്, എയിം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഇന്ത്യൻ ലീഗിനെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ ലീഗ് എന്താണ്, 1875 ഇന്ത്യൻ ലീഗ് ഫോം ചെയ്യുന്നത്. ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, ശിശിർ കുമാർ ഘോഷാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ശിശിർ കുമാർ ഘോഷിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാഗസീൻ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആണെന്തെന്ന് പറയുന്നത് അമൃത് ബസാർ പത്രിക എന്ന് പറയുന്നത്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അമൃത് ബസാർ പത്രിക എന്ന് പറയുന്നത് ആരുടെ ന്യൂസ് പേപ്പർ ആണെന്ന് ചോദിച്ചാൽ ആരാണ്, ശിശിർ കുമാർ ഘോഷാണ്. ഇദ്ദേഹത്തിൻ്റെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ ലീഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. അതെന്നാണ് ഫോം ആയേക്കുന്നത്, 1875. പിന്നെ നമ്മൾ പറഞ്ഞു കൽക്കട്ട സ്റ്റുഡൻസ് അസോസിയേഷൻ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ ഒരു അസോസിയേഷൻ ആണ്,
അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നത് കൽക്കട്ട സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത് എന്നാണ് ഫോം ആയേക്കുന്നത്? 1875 ഫോം ആയേക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയുമാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എയിം എന്തായിരുന്നു? സ്റ്റുഡൻസിൻ്റെ റൈറ്റ്സ് എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫൗണ്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജി അല്ലെന്നുണ്ടെങ്കിൽ SN ബാനർജിയാണ് കൽക്കട്ട സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. അതുകൂട്ട് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ ഫൗണ്ടേഴ്സും ആര് തന്നെയാണ്? ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ് ബാനർജിയും തന്നെയാണ്. ഓക്കെ, ഇതെന്താണ്? 1876 ഫോം ചെയ്തേക്കുന്നത്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ ആൾക്കാരിൽ എന്ത് ചെയ്യുക? നാഷണലിസം കൊണ്ടുവരിക, ഇന്ത്യയിലെ ആൾക്കാരെ എന്ത് ചെയ്യുക? യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്ത് ചെയ്തു? വെർണാക്കുലർ പ്രസ് ആക്ടിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയ ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ തന്നെയാണ്. വെർണാക്കുലർ പ്രസ് ആക്ട് എന്നാ വന്നതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1878 വെർണാക്കുലർ പ്രസ് ആക്ട് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ആരാണ് കൊണ്ടുവന്നേക്കുന്നത്? ലോർഡ് ലിട്ടൺ ആണ് എന്ത് കൊണ്ടുവന്നേക്കുന്നത്? വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ്. ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് എന്നാണ്? 1883 സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഫറൻസിൻ്റെ എന്തെന്ന് പറയുന്നത്? ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ക്ലാസ്സിൽ ബംഗാൾ പ്രസിഡൻസിയിലുള്ള പ്രധാനപ്പെട്ട എന്ത് ചെയ്തിട്ടുണ്ട്? പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്ന പ്രധാനപ്പെട്ട പ്രസിഡൻസിയാണ് ബോംബെ പ്രസിഡൻസി. ഓക്കെ, അപ്പോൾ ബോംബെയിൽ ഉണ്ടായിരുന്ന, അതായത് 1885 INC ഫോം ആവുന്നതിന് മുമ്പ് ബോംബെ പ്രസിഡൻസിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ലോക്കൽ ഏരിയയിൽ മാത്രം ഉണ്ടായിരുന്ന ചില പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കാനായിട്ട് പോണത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് ഓടിച്ചു പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ബോംബെ അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ ബോംബെ അസോസിയേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ബോംബെയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്തെന്ന് പറയുന്നത്? ബോംബെ അസോസിയേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ബംഗാളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആദ്യത്തെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലാൻഡ് ഹോൾഡർ സൊസൈറ്റിയാണ്. എന്നാൽ ബോംബെയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ബോംബെ അസോസിയേഷൻ എന്ന് പറയുന്നത്. എന്നാണത് ഫോം ആയത്? 1852 ഈ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ എന്ത് ചെയ്തേക്കുന്നത്? ഫോം ആയേക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജഗന്നാഥ് ശങ്കർ സെയ്ത്ത് ആണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോംബെ അസോസിയേഷൻ എന്ന് പറയുന്നത് ബോംബെയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബോംബെ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത് എന്നാണ് ഫോം ആയെന്ന് ചോദിച്ചാൽ എന്നാണ്? 1852 ഫോം ആയേക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജഗന്നാഥ് ശങ്കർ സെയ്ത്ത് ആണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഈ ഒരു അസോസിയേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പബ്ലിക്കിനുണ്ടാവുന്ന ഗ്രീവൻസ് എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് അതോറിറ്റീസിനെ അറിയിക്കണം. അപ്പോൾ അങ്ങനെ ആ ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം ആയിട്ടാണ് എന്ത് വർക്ക് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന ബോംബെ അസോസിയേഷൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, പബ്ലിക്കിൻ്റെ ഗ്രീവൻസ് എന്ത് ചെയ്യാനായിട്ട്? ബ്രിട്ടീഷ് അധികാരികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് എന്തെന്ന് പറയുന്നത്? ബോംബെ അസോസിയേഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, ബോംബെ അസോസിയേഷൻ എന്ന് പറയുന്നത് ബോംബെയിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. 1852 എന്ത് ഫോം ആയിരിക്കുന്നത്? ബോംബെ അസോസിയേഷൻ ഫോം ആയിരിക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജഗന്നാഥ് ശങ്കർ സെയ്ത്ത് ആണ് ഇതിൻ്റെ ഫൗണ്ടർ. ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ചോദിച്ചാൽ എന്താണ്? പബ്ലിക്കിൻ്റെ ഗ്രീവൻസുകൾ എന്ത് ചെയ്യുക? ബ്രിട്ടീഷുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? ബോംബെ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബോംബെ അസോസിയേഷൻ ഇത്രയും പോയിന്റ്സ് മാത്രം ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ ജസ്റ്റ് അത് എവിടെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, എന്നാണ് ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ വന്നത്, ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആരാണ് നമ്മൾ പഠിക്കണം. ദെൻ ഈ ഒരു ഓർഗനൈസേഷൻ എയിം ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, മുഹമ്മദ്, ഇഷ്യൂസ് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? പബ്ലിക് ഗ്രീവൻസ് മീൻസ് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പോൾ അവരുടെ മുന്നിൽ, അല്ലെങ്കിൽ അവർ കൗണ്ടർ ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? അത് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ഉള്ളവർക്കും ഒക്കെ എനിക്ക് തോന്നുന്ന പ്രോബ്ലം നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കണം. നിങ്ങളുടെ നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കണം. നിങ്ങളുടെ കണക്ഷൻ എയർടെല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ജിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഒന്നുമില്ല. വോഡഫോൺ യൂസ് ചെയ്യുന്നവരും BSNL യൂസ് ചെയ്യുന്നവർക്കുമാണ് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നത്. ഓക്കെ, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. വൈഫൈ ഉള്ളവർക്കും ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു, ബോംബെ അസോസിയേഷൻ നമ്മൾ പഠിച്ചു. ബംഗാളിൽ നമ്മൾ തുടങ്ങിയത് എവിടെയാണ്?
ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഓർഗനൈസേഷൻ സെക്കൻഡ് വൺ പൂന സാർവജനിക് സഭ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പൂന സാർവിക് ജനസഭയുമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, പൂന സാർവജനിക് സഭ എന്ന് പറയുന്നത് 1870 പൂനെയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി കൂട്ട് തന്നെ എന്തുണ്ട്, ബോംബെ പ്രസിഡൻസിയിലുള്ള ട്രഡീഷണൽ സമീന്ദാർസിൻ്റെ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയേക്കുന്നത്. അപ്പോൾ പൂന സാർവജനിക് സഭ എന്ന് പറയുന്നത് 1870 പൂനെയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്. ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്, മഹാദേവ് ഗോവിന്ദ് റണ്ണഡെ, JV ജോഷി ആൻഡ് SH ചിപ്പുലങ്കർ. ഓക്കെ, ഇത്രയും പേരാണ് എന്തെന്ന് പറയുന്നത്, പൂന സാർവജനിക് സഭയുടെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, പൂന സാർവജനിക് സഭ എന്ന് പറയുന്നത് 1870 എസ്റ്റാബ്ലിഷ്ഡ് ആയത്. എവിടെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, പൂനെയിലാണ് എന്ത് ചെയ്തേക്കുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, MG റണ്ണഡെ, JV ജോഷി, SH ചിപ്പുലങ്കർ എന്നിവരാണെന്ത് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. ഇതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, സമീന്ദാർമാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സമീന്ദാർമാരുടെ പ്രൊട്ടക്ഷനാണ്, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് എന്ത് എയിം ചെയ്തിരുന്നത്, പൂന സാർവജനിക് സഭയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പൂന സാർവജനിക് സഭ എന്നാണ്, 1870 എവിടെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, പൂനെയിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ആരായിരുന്നു ഇതിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് ചോദിച്ചാൽ ആരൊക്കെയാണ്, മഹാദേവ് ഗോവിന്ദ് റണ്ണഡെ, JV ജോഷി, SH ചിപ്പുലങ്കർ. ദെൻ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, സമീന്ദാർമാരുടെ എന്ത് ചെയ്യുക, റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ പൂന സാർവജനിക് സഭയും ഓക്കെ ആയല്ലോ. ദെൻ തേർഡ് വൺ, മൂന്നാമത്തെ അസോസിയേഷൻ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ഓക്കെ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്ന് പറയുന്നത് 1885 എന്ത് ചെയ്തേക്കുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ഓക്കെ, 1885 ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്ത് ചെയ്തേക്കുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ബദറുദ്ദീൻ ത്യാബ്ജി, K. തെലങ്ക്, ഫിറോസ് ഷാ മെഹ്ത്ത. ഇവർ 3 പേരുമാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, 1885 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. ആരൊക്കെയാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ചോദിച്ചാൽ ആരൊക്കെയാണ്, ബദറുദ്ദീൻ ത്യാബ്ജി, K. തെലങ്ക്, ഫിറോസ് ഷാ മെഹ്ത്ത എന്നിവരാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബദറുദ്ദീൻ ത്യാബ്ജി എന്ന് പറഞ്ഞാൽ ആരാണ്, ബദറുദ്ദീൻ ത്യാബ്ജി എന്ന് പറഞ്ഞാൽ ആരാണ്, INCയുടെ ഫസ്റ്റ് മുസ്ലിം പ്രസിഡൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബദറുദ്ദീൻ ത്യാബ്ജി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ, നമുക്ക് ബോംബെ അസോസിയേഷനും ഉണ്ട്, ബോംബെ പ്രസിഡൻസി അസോസിയേഷനും ഉണ്ട്. ഓക്കെ, 1885 ബദറുദ്ദീൻ ത്യാബ്ജി, K. തെലങ്ക്, ഫിറോസ് ഷാ മെഹ്ത്ത തുടങ്ങിയവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. എവിടെയാണ് ഓർഗനൈസേഷൻ, ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ എവിടെ തന്നെയാണ്, ബോംബെയിൽ തന്നെയാണ്. എന്നാണ് ഫൗണ്ട് ചെയ്തത്, 1885. ഫൗണ്ടിങ് ഫാദേഴ്സ് ആരൊക്കെയാണ്, ബദറുദ്ദീൻ ത്യാബ്ജി ഉണ്ട്, K. തെലങ്ക് ഉണ്ട്, ദെൻ ആരുണ്ട്, ഫിറോസ് ഷാ മെഹ്ത്ത ഉണ്ട്. ഇത്രയും പേരാണ് ഇതിൻ്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മൂന്നാമത്തെ ഓർഗനൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ, മദ്രാസ് പ്രസിഡൻസി. ഓക്കെ, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ ഒരുപാട് എന്താണ് സോഷ്യോ റിലീജിയസ് ഓർഗനൈസേഷൻസും ഈ ടൈമിലുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ നേരെ INCയിലേക്ക് പോകാൻ പോകുന്നുണ്ട്. നമ്മൾ ഹിസ്റ്ററി ഓഫ് INC ആണ് ഇൻഡയറക്ട്ലി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ INC ഇവിടെ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ INC എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഫോം ആവുന്നതിന് കാരണമായിട്ടുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ബംഗാൾ തീർത്തു, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ബോംബെയും തീർത്തു, ദെൻ മദ്രാസ് പ്രസിഡൻസി. ഓക്കെ, മദ്രാസ് പ്രസിഡൻസിയിൽ ഫസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഇതെന്ന് പറയുന്നത് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. ഓക്കെ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, 1852 എന്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയേക്കുന്നത്, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയേക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, ഗസലു ലക്ഷ്മി നരസുചെട്ടി. ഓക്കെ, ഗസലു ലക്ഷ്മി നരസുചെട്ടിയാണ് എന്തെന്ന് പറയുന്നത്, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ എന്നാണ്, 1852 എന്ത് വന്നേക്കുന്നത്, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ വന്നേക്കുന്നത്. ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, ഗസലു ലക്ഷ്മി നരസുചെട്ടിയാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇനി ഓർത്തിരിക്കണം,
ഫസ്റ്റ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വി രാഘവാചാരിയാണ് എന്തെന്ന് പറയുന്ന ഫസ്റ്റ് പ്രസിഡന്റ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് പ്രസിഡന്റ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു CGL എക്സാമിനാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? വി രാഘവാചാരിയാണ്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഒന്നും കമൻറ്റ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഡിലേ ഒന്നും ഇല്ലല്ലോ, നിങ്ങളുടെ കമൻറ്റ് വ്യൂ ആവുന്നില്ല. ഓക്കെ, നോ ഇഷ്യൂസ്, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്ന് പറയുന്നത് 1852 എന്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ആരാണ് ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ആരാണ്? ഗസലു ലക്ഷ്മി നരസുചെട്ടിയാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്, ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞേക്കുന്നത്. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വി രാഘവാചാരിയാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ എന്തിനാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്? മദ്രാസിലെ ഫാർമേഴ്സിൻ്റെ റൈറ്റ്സ്, ഓക്കെ, മദ്രാസിലെ കർഷകരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1852 എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഫൗണ്ടർ ഒരു കാരണവശാലും മറക്കല്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഗസലു ലക്ഷ്മി നരസുചെട്ടിയാണ് എന്തെന്ന് പറയുന്നത്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വി രാഘവാചാരിയാണ്. എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ എയിം എന്ന് ചോദിച്ചാൽ എന്താണ്? മദ്രാസിലെ ഫാർമേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ, അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് നിലനിന്നിരുന്ന ഒരു ഓർഗനൈസേഷനാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, മദ്രാസ് മഹാജനസഭ. ഓക്കെ, മദ്രാസ് മഹാജനസഭ എന്ന് പറയുന്നത് 1884 എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ആരൊക്കെയാണ് ഫൗണ്ടേഴ്സ് എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? സുബ്രഹ്മണ്യ അയ്യർ, പി ആനന്ദചാർലു, വി രാഘവാചാരി. അപ്പോൾ നമുക്ക് മദ്രാസ് മഹാജനസഭയും മദ്രാസ് നേറ്റീവ് അസോസിയേഷനും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യും? തിരിഞ്ഞു പോകും. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? വി രാഘവാചാരി. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഗസലു ലക്ഷ്മി നരസുചെട്ടിയാണ്. പക്ഷേ മദ്രാസ് മഹാജനസഭയുടെ ഫൗണ്ടേഴ്സിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? രാഘവാചാരി എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സാമിന് നമ്മുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മദ്രാസ് നേറ്റീവും മദ്രാസ് മഹാജനും തമ്മിൽ എന്ത് ചെയ്യും? നമുക്ക് തെറ്റിപ്പോവും. അപ്പോൾ അതെന്ത് ചെയ്യുക? അത് കൃത്യമായിട്ടൊന്ന് നോട്ടീസ് വെച്ചേക്കാം. മദ്രാസ് മഹാജനസഭയുടെ ഫൗണ്ടറാണ് ആരെന്ന് പറയുന്നത്? രാഘവാചാരിയും സുബ്രഹ്മണ്യ അയ്യരും ആനന്ദചാർലു. ഓക്കെ, അതുകൂട്ട് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? രാഘവാചാരിയാണ്, വീരരാഘവാചാരിയാണ്. വി രാഘവാചാരി എന്നാണ് ഫുൾ നെയിം എന്ന് പറയുന്നത്. ഓക്കെ, വീരരാഘവാചാരി. ഗസലു ലക്ഷ്മി നരസുചെട്ടിയാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മദ്രാസ് മഹാജനസഭ ഓർക്കുക, സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദചാർലു, വി രാഘവാചാരി എന്നിവർ എന്ത് ചെയ്തേക്കുന്നു? 1884 മദ്രാസിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ഇതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ആൾക്കാരിൽ എന്ത് ചെയ്യുക? നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക. മോസ്റ്റ് ഓഫ് ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ്റെയും എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കില്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു നാഷണലിസം എന്ന് പറയുന്നത്. കാര്യം നാഷണലിസം ഇല്ലാതിരുന്നത് കൊണ്ടാണ് 1857 അത്രത്തോളം നമുക്ക് സ്ട്രെങ്ത് ഉണ്ടായിട്ട് പോലും നമ്മൾ എന്ത് ചെയ്ത് പരാജയപ്പെട്ടത്. നമുക്ക് നാഷണലിസം, ലാക്ക് ഓഫ് നാഷണലിസം എന്ന് പറയുന്നത് വൺ ഓഫ് ദ റീസൺ ആണ് 1857 റിവോൾട്ടിൻ്റെ ഫെയിലുവറിന്. ഓക്കെ, അപ്പം ആ 1857 റിവോൾട്ടിന് ശേഷമാണ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? ഇന്ത്യക്കാർക്കിടയിൽ നാഷണലിസം എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? റൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആ ഒരു നാഷണലിസം ഫോസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയുള്ള പല പല പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് വരികയും അങ്ങനെ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് പല ഇടത്ത് തുടങ്ങുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇന്ത്യ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ആ ഒരു ബ്രിട്ടീഷ് ടെറിട്ടറിയും ലും കൂടെ എന്തോ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു, INC എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. INC എസ്റ്റാബ്ലിഷ്ഡ് ആവാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഫോസ്റ്റർ ചെയ്ത് കൊണ്ടുവന്ന നാഷണലിസമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സോഷ്യോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, മദ്രാസ് മഹാജനസഭ 1884 സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദചാർലു, രാഘവാചാരി തുടങ്ങിയവരൊക്കെയാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ രണ്ട് ഓർഗനൈസേഷൻസ് നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ? മദ്രാസ് പ്രസിഡൻസിയിൽ പഠിക്കാനുള്ളൂ. മദ്രാസ് നേറ്റീവ് അസോസിയേഷനും മദ്രാസ് മഹാജന സഭയും. ക്ലിയർ ആണല്ലോ? ക്ലാസ് കിട്ടുന്നില്ല. ഓക്കെ, ക്ലാസ് കിട്ടാത്തത് കമൻറ്റ് മാത്രമേ പറ്റുന്നുള്ളൂ. ഓക്കെ, ക്ലാസ് കിട്ടാത്ത മേ ബി നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നമാണ്, നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലമാണ് ക്ലാസ് സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ക്ലാസ് കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ മദ്രാസ് മഹാജനസഭ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മദ്രാസ് പ്രസിഡൻസി നമ്മൾ. ഓക്കെ, കമൻറ്റ് ഇപ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ടോട്ടലി 68 യൂസേഴ്സാണ് ഇപ്പോൾ നമുക്ക് ലൈവ് കാണിക്കുന്നത്. ശിവകുമാർ ഇപ്പോൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നെറ്റ് ഇഷ്യൂ ആകാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഫൈൻ.
അപ്പോൾ മദ്രാസ് പ്രസിഡൻസി നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമുക്കറിയാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സമയത്ത് 3 പ്രസിഡൻസീസ് ആണുള്ളത്, ബോംബെ, മദ്രാസ്, ബംഗാൾ. അപ്പോൾ അവിടെ 3ഇടത്തെയും എന്ത് ചെയ്തു, നമ്മൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യക്ക് വെളിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ചില പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ സംഭവമാണ് ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറഞ്ഞ് എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, 1839 എന്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയേക്കുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആയേക്കുന്നത്. എവിടെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ലണ്ടനിലാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, വില്യം ആഡംസ്. വില്യം ആഡംസിനെ നമുക്കറിയാം, ആരാണ്, രാജാറാം മോഹൻ റോയുടെ ഫ്രണ്ടാണ് ആരെന്ന് പറയുന്നത്, വില്യം ആഡംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം വില്യം ആഡംസ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എന്നാണ് 1839 എവിടെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ലണ്ടനിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ആരാണ് ഈ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആരാണ്, വില്യം ആഡംസ് ആണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് പറയുന്നത്, ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യുക, ഇന്ത്യക്കാരെ വെൽഫെയർ പ്രൊമോഷൻ ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരോട് ലോയാലിറ്റിയും വേണം, ആ ലോയാലിറ്റി എന്ത് ചെയ്യണം, ഇന്ത്യക്കാർ കീപ്പ് ചെയ്യുകയും വേണം. അതുകൂടാതെ എന്ത് ചെയ്യുന്നു, ഇന്ത്യക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ കൊണ്ട് എന്ത് ചെയ്യാനായിട്ട്, റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി 1839 എവിടെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ലണ്ടനിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ആരാണ്, വില്യം ആഡംസ് ആണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി, നെക്സ്റ്റ് വൺ. സെക്കൻഡ് ഓർഗനൈസേഷൻ ആണ് ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി. എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്, 1862 എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. എവിടെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്, ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി തന്നെ എന്തുണ്ട്, പേരുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ആയിരിക്കുന്നത്. ആരാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ആരാണ്, പുരുഷോത്തം മുതലിയാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, ലണ്ടൻ ഇന്ത്യ കമ്മിറ്റിയുടെ ഫൗണ്ടർ. അപ്പോൾ ലണ്ടൻ ഇന്ത്യ കമ്മിറ്റി എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്, 1862 എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. എവിടെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്, ഇംഗ്ലണ്ടിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, പുരുഷോത്തം മുതലിയാറാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇംഗ്ലണ്ടിലുള്ള ഇന്ത്യക്കാരെ എല്ലാം കൂടെ എന്ത് ചെയ്യുക, യുണൈറ്റ് ചെയ്യുക, പിന്നെന്ത് ചെയ്യുക, നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക. ഇതായിരുന്നു എന്തിൻ്റെ എയിം എന്ന് പറയുന്നത്, ലണ്ടൻ ഇന്ത്യ കമ്മിറ്റിയുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്നത് 1839 വില്യം ആഡംസ്. നമുക്കറിയാം ഈ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റിയും പിന്നെ അതുകൂടാതെ ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഫോം ആവുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞായിരുന്നു. ഈ രണ്ടെണ്ണം, ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റിയും ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റിയും കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്, ഫോം ആവുന്നത്. അതും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റി 1862 എവിടെയാണ് ഫോം ആയിരിക്കുന്നത്, ഇംഗ്ലണ്ടിലാണ് ഫോം ആയിരിക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, പുരുഷോത്തം മുതലിയാറാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇംഗ്ലണ്ടിലുള്ള ഇന്ത്യക്കാരെ എന്ത് ചെയ്യുക, യുണൈറ്റ് ചെയ്യുക, അതുകൂടാതെ എന്ത് ചെയ്യുക, നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ, ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി. മറ്റേതെന്തായിരുന്നു, ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റിയാണ്. ഓക്കെ, ലണ്ടൻ ഇന്ത്യൻ കമ്മിറ്റിയാണെന്ന് പറയുന്ന പുരുഷോത്തം മുതലിയാർ. ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്നാണ്, 1885 അതായത് നമ്മുടെ INC ഫോം ആവുന്ന അതേ വർഷം തന്നെ ഫോം ആവുന്ന ഓർഗനൈസേഷനാണ് ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി. ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ദാദാഭായ് നവറോജി, WC ബാനർജി. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് 1885 എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ദാദാഭായ് നവറോജിയും WC ബാനർജിയുമാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ലണ്ടൻ ഇന്ത്യ സൊസൈറ്റി 1885 ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, ദാദാഭായ് നവറോജിയും WC ബാനർജിയാണ്. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്നാണ്, 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ. ആരാണ് ഫൗണ്ടർ, ദാദാഭായ് നവറോജിയാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികളെ കൂടെ നമ്മൾ ഓർത്തിരിക്കണം. കാര്യം ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ ഫസ്റ്റ് പ്രസിഡൻ്റാണ് ആരെന്ന് പറയുന്നത്, JRD ടാറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ടാറ്റ കമ്പനിയുടെ ഫൗണ്ടിങ് ഫാദറാണ് JRD ടാറ്റ. JRD ടാറ്റയാണ് എന്തെന്ന് പറയുന്നത്, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ദെൻ സെക്രട്ടറി ആരാണ്, ഫിറോസ് ഷാ മെഹ്തയാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഫസ്റ്റ്
ഫസ്റ്റ് സെക്രട്ടറി ഫിറോസ് ഷാ മെഹ്ത്ത, ഫസ്റ്റ് പ്രസിഡന്റ് ആരാണ്? JRD ടാറ്റ. അപ്പോൾ ഓർക്കുക, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 ദാദാഭായ് നവറോജിയാണ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? JRD ടാറ്റയാണ്. ഫസ്റ്റ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഫിറോസ് ഷാ മെഹ്ത്തയാണ്. ഇനി ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഇൻഡോ ബ്രിട്ടീഷ് റിലേഷൻസിൽ എന്ത് ചെയ്യുക? റിഫോംസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇൻഡോ ബ്രിട്ടീഷ് റിലേഷൻസ് എന്ത് ചെയ്യുക? കുറച്ചും കൂടെ നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഇതിനിടയ്ക്ക് എന്ത് കൊണ്ടുവരിക? റിഫോംസ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ ടാർഗറ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ടോട്ടലി നമുക്ക് 79 ലൈവ് യൂസേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇന്നലെ 69 ആയിരുന്നു, ഇന്നിപ്പോൾ 10 കൂടിയിട്ടുണ്ട്, 79 യൂസേഴ്സ് ആയിട്ടുണ്ട് ലൈവിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവായിട്ട് തന്നെ എന്ത് ചെയ്യുക? അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക, കാര്യം റെക്കോർഡിംഗ് നമുക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഔട്ട്സൈഡുള്ള പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ്. അപ്പോൾ ടോട്ടലി നമ്മൾ കുറേ ഓർഗനൈസേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നോട്ട് എഴുതുക, എല്ലാ ദിവസവും ജസ്റ്റ് എന്ത് ചെയ്യുക? ഓടിച്ചോടിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട എന്തൊക്കെയാണ്? ഡേറ്റ് ഓർക്കുക, എന്നാണ് ഈ ഒരു ഓർഗനൈസേഷൻ ഫോം ആയത്. ദെൻ സെക്കൻഡ് വൺ നമ്മൾ ഓർക്കേണ്ടത് എന്താ? ഫൗണ്ടേഴ്സ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ പ്ലേസ്. കാര്യം പ്ലേസും എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് പ്ലേസ് നമുക്ക് ഇഷ്യൂ വരത്തില്ല. കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പ്ലേസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ ഓർഗനൈസേഷൻസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? സോഷ്യോ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ PDF നമ്മുടെ ഇതിനകത്തേക്ക് ഞാൻ ഇട്ടേക്കാം. ദാറ്റ് മീൻസ് ആപ്പിനകത്ത് ഈ PDF അപ്ലോഡ് ചെയ്തേക്കാം. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള PDF അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ജസ്റ്റ് ഓർഗനൈസേഷൻ പഠിക്കുക, എവിടെയാണ് എന്ന് പഠിക്കുക, ഇയർ പഠിക്കുക, ദെൻ ഫൗണ്ടേഴ്സ് ആരാന്ന് പഠിക്കുക. ഇത്രയും കാര്യങ്ങളെ നമുക്ക് എവിടെ പഠിക്കാനുള്ളൂ? ഈ പറയുന്ന പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻസിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻ തീരുവാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യും? ഹിസ്റ്ററി ഓഫ് INC നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഹിസ്റ്ററി ഓഫ് INC. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ത്യൻ നാഷണൽ യൂണിയൻ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള കാര്യം നമ്മൾ ഹിസ്റ്ററി ഓഫ് INCക്കകത്ത് എന്ത് ചെയ്യും? ഇനിയും നമ്മൾ കുറച്ച് ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് ആ INC 1885 രൂപീകരിച്ചതെന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ക്ലാസ് നമ്മുടെ മൺഡേ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഹിസ്റ്ററി ക്ലാസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും മൺഡേ മുതൽ ഫ്രൈഡേ വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം സൺഡേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് വെക്കുന്നുണ്ട്. ഓക്കെ, സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ് ആയിട്ടും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു PDF ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എഴുതുമ്പോഴത്തേന് നമ്മൾ ഇന്നലെ പഠിച്ച വളരെ കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഇന്നലെ നമ്മളത് PDF ആയിട്ടായിരുന്നു ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് തീർന്നേനെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി തൊട്ട് മിക്കവാറും നമുക്ക് ക്ലാസ് സിലബസ് പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് PDF വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പം സൺഡേ ഒരു ടെസ്റ്റ് ഉണ്ട്, ഫുൾ മോക്ക് ടെസ്റ്റ് ആയിരിക്കും 100 മാർക്സിൻ്റെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ആ ഒരു കോഴ്സിലും കൂടെ എൻറോൾ ചെയ്യുക. ഓക്കെ, മാത്സ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് ഹയർ ലെവൽ മാത്സിൻ്റെ ക്ലാസ്സാണ് ഇപ്പം നമുക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് NTPC ദെൻ SSC. ഓക്കെ, ഈ 2 എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ ക്ലാസ്സാണ് ഇപ്പം ലൈവായിട്ട് നമുക്കുള്ളത്. പക്ഷേ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആണ്. പക്ഷേ അത്രയും ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഗ്രിക്ക് വരത്തില്ല. പക്ഷേ എന്നാലും ഞാൻ ബേസ് തൊട്ട് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ബേസിക് ക്ലിയർ ആവുകയും ചെയ്യും. ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, ഡിഗ്രി ലെവൽ ആണെന്നുണ്ടെങ്കിൽ. ദാറ്റ് മീൻസ് നമ്മുടെ PSC ആണ് പ്രിപ്പയർ ചെയ്യുന്നവരെങ്കിൽ. പക്ഷേ SSC NTPC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ മാത്സ് എന്ന് പറഞ്ഞൊരു ഇഷ്യൂ അവിടെ തീരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, ഇൻട്രസ്റ്റ് ഉള്ളവർ കൂടുതലുണ്ടാകും SI എക്സാം. ഓക്കെ, നമ്മൾ SI എക്സാം ഫോക്കസ് ചെയ്താണ് നമ്മുടെ ഈ പറയുന്ന ഡിഗ്രി ലെവലിൻ്റെ ഇപ്പം ഞാൻ ചെയ്യുന്ന ലൈവ് ക്ലാസ് 8 മണിക്കുള്ള ക്ലാസ് ഡിഗ്രി ലെവൽ എക്സാംസ് ഫോക്കസ് ചെയ്താണ് കംപ്ലീറ്റ് ആയിട്ടും ക്ലാസ്സുകൾ പോകുന്നത്. ഓക്കെ,
മാത്സിൻ്റെ ക്ലാസ് ടൈമിംഗ് ആണോ? മാത്സ് ക്ലാസ് ടൈമിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് 10:30. ക്ലാസ് എന്ന് പറയുന്നത് മൺഡേ ടു തേഴ്സ്ഡേ, പിന്നെ അതിനുശേഷം സാറ്റർഡേ. ഇത്രയാണ് നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്സിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മേ ബി ജനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഫെബ്രുവരി ആവാനാണ് സാധ്യത. സയൻസ് ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹിസ്റ്ററി ഫിനിഷ് ചെയ്യും, അതിനുശേഷം നമ്മൾ പോകുന്ന സയൻസിലേക്കായിരിക്കും. ബയോ, ഫിസിക്സ്, കെമിസ്ട്രി, ഇത് മൂന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫുൾ സിലബസ് നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ഞാൻ അൺഅക്കാഡമിയിൽ പ്ലസ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ശകലം പോലും ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത്. അതുകൂട്ട് തന്നെയാണ് ഹിസ്റ്ററിയും എടുക്കാൻ നോക്കുന്നത്. നോർമലി ഈ പറയുന്ന പ്രീ കോൺഗ്രസ് ഓർഗനൈസേഷൻസ് ആരും ക്ലാസ് എടുക്കില്ല. കാര്യം എന്ന് പറയുന്നത് ഒന്നോ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ നമുക്ക് ചോദിക്കാനും സാധ്യതയില്ല. പക്ഷേ ഇൻ കേസ് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാനായിട്ട് പറ്റണം. അതുകൊണ്ടാണ് ഒരു ചെറിയ മൈന്യൂട്ട് ടോപ്പിക്ക് പോലും ഞാൻ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നത്. പൂന സാർവജനിക് സഭയ്ക്കൊരു ജേണൽ, അതെ, പൂന സാർവജനിക് സഭയ്ക്ക് ഒരു ജേണലുണ്ട്, സംതിങ് ഹിന്ദു മിററോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഞാനത് പറയാം കൃത്യമായിട്ട്. ഓക്കെ, ഞാനത് ഗ്രൂപ്പിലിട്ടേക്കാം. ഹിന്ദു സംതിങ് ആണ് അതിൻ്റെ ആ ജേണലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ റെക്കോർഡിംഗ് ഞാൻ ആക്ച്വലി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഞാൻ നിർബന്ധിക്കത്തില്ല റെക്കോർഡിംഗ് നിങ്ങൾ എടുക്കാനായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ റെക്കോർഡിങ്ങിന് നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആപ്പിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് ഞാനൊരു 100 rupees ചാർജ് വെച്ചിട്ടുണ്ട്. കാര്യം 100 rupees ചാർജ് വെച്ചിട്ട് നിങ്ങൾക്ക് 100 days മാത്രമേ നിങ്ങൾക്ക് ആ റെക്കോർഡിംഗ് കാണാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ഒരു ദിവസം 1 rupee ആണ് റെക്കോർഡിംഗ് കാണുന്നതിനുള്ള ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വെച്ചേക്കുന്നത്. ഈ ലൈവ് ക്ലാസ് അതേ കൂട്ട് തന്നെ റെക്കോർഡിങ്ങിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങളത് പർച്ചേസ് ചെയ്താലേ നിങ്ങൾക്ക് റെക്കോർഡിംഗ് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ആരെടുത്തും അത് പർച്ചേസ് ചെയ്യണമെന്ന് പറയത്തില്ല. ഇനി റെക്കോർഡിംഗ് കാണണമെന്ന് ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി? അത് പർച്ചേസ് ചെയ്താൽ മതി. ലൈവിൽ എടുക്കുന്ന അതേ ക്ലാസ് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. കാര്യം നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. താല്പര്യം ഇല്ലെങ്കിൽ എടുക്കണ്ട, നോ ഇഷ്യൂസ്. സെയിം ഇതേ ക്ലാസ് തന്നെയാണ്, ഇതിൻ്റെ റെക്കോർഡിംഗ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ റെക്കോർഡിംഗ് ക്ലാസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. താന്തിയ തോപ്പെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് 18th April 1859 ആണ്. ഓക്കെ, ഞാൻ 58 ആണ് പറഞ്ഞത് അല്ലേ? സൺഡേ മോക്ക് ടെസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് PSC-കാരുടെ മോക്ക് ടെസ്റ്റ് ആണേ. ഫുൾ ഡിഗ്രി ലെവലിൻ്റെ മോക്ക് ടെസ്റ്റ് ആണ്. ഡിഗ്രി ലെവൽ സ്റ്റാൻഡേർഡിലൊരു മോക്ക് ടെസ്റ്റ് ആണ് സൺഡേ ഉള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡിംഗ് ഉണ്ട്. പക്ഷേ റെക്കോർഡിംഗ് നിങ്ങൾ 100 rupees കൊടുത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. 100 rupeesന് 100 days ആണ് വാലിഡിറ്റി ഉള്ളത്. ഓക്കെ, ആ ഒരു ചാർജ് നമുക്ക് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചാർജ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റന്നാളാണ് അടുത്ത ക്ലാസ്. സൺഡേ മോക്ക് ടെസ്റ്റ് ഉണ്ട്. സൺഡേ അതായത് മറ്റന്നാൾ. നാളെ നമുക്ക് ബ്രേക്കാണ്. സൺഡേ മോക്ക് ടെസ്റ്റ്, മൺഡേ നമ്മുടെ ക്ലാസ്. ഓക്കെ, എല്ലാ ദിവസവും എക്സാം എന്ന് പറയുന്നത് 7 AM സ്റ്റാർട്ടാവും. ഓക്കെ, 7 PM വരെ, 7 AM മുതൽ 7 PM വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാം ആ ഒരു എക്സാം എന്ന് പറയുന്നത്. 7 PM ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എക്സാം എഴുതുക. 7 PM ശേഷം റിസൾട്ട് വിത്ത് റാങ്കിങ്, ആരാണ് ടോപ്പർ, ഫസ്റ്റ് സെക്കൻഡ് എല്ലാ റാങ്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതൊക്കെ പോളല്ല, നമ്മുടെ അൺഅക്കാഡമിയിൽ നടക്കുന്ന കൂട്ടുള്ള ക്വിസ് തന്നെയാണ്. ഓക്കെ, ഓൺലൈനായിട്ടുള്ള ടെസ്റ്റാണ്. 7 AM സ്റ്റാർട്ടാവും, 7 PM ഉണ്ടാവും. നിങ്ങൾ എക്സാം എഴുതുക. അതിനുശേഷം 7:30 നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ആവും. അപ്പോൾ ആരാണ് ടോപ്പർ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലും കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കംപ്ലീറ്റ് അനാലിസിസ്, മാത്സ് ഉൾപ്പെടെ എല്ലാം നമ്മുടെ ഡിഗ്രി ലെവൽ സ്റ്റാൻഡേർഡിലുള്ള പരീക്ഷയായിരിക്കും. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം. 1 മണിക്കൂർ 15 minutes, ടോട്ടലി 75 minutes തന്നെയാണ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ സൺഡേയും നമുക്ക് ഈ ഒരു എക്സാം ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പാക്കേജ് വന്നിട്ടുണ്ട്. ആ പാക്കേജിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അത് ഫ്രീ പാക്കേജാണ്. ഓക്കെ, നമുക്ക് പേയ്മെൻറ്റ് വരുന്നതെന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ്, അത്രയേ ഉള്ളൂ. റെക്കോർഡിംഗ് ആവശ്യമുള്ളവർ മാത്രം അത് പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇപ്പോൾ ടോട്ടലി 82 ലൈവ് വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൺഡേ കാണാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ ഈ സംഭവങ്ങൾ മൊത്തം എന്ത് ചെയ്യുക, പഠിച്ചങ്ങോട്ട് തീർക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.